എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് നയിച്ച അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സ്ട്രക്ചറിനെയും ഇന്ത്യൻ ഭരണഘടനയുടെ കണ്ടൻറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം പറഞ്ഞത് 1895 സ്വരാജ് ബില്ലാണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബിൽ 1895 ആണ്. രണ്ടാമത് ഇന്ത്യൻ ഭരണഘടനയെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 1909 മോർലി മിൻറ്റോ റിഫോംസ് ആണ്, അല്ലെങ്കിൽ അതർവൈസ് നോൺ ആസ് ലീഗലി ഒഫീഷ്യലി നോൺ ആസ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്ന് പറയാം. ഇതാണ്. അപ്പോൾ മോർലി എന്ന് പറയുന്നത് അന്നത്തെ സ്റ്റേറ്റ് ഓഫ് സെക്രട്ടറിയാണ്. മിൻറ്റോ എന്ന് പറയുന്നത് അന്നത്തെ വൈസ്രോയാണ്. ഇവരാണ് കീ പേഴ്സൺസ് ഇൻ ഡ്രാഫ്റ്റിംഗ് ദിസ് ആക്ട്. ഇത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കി. അപ്പം ഇതാണ് കൗൺസിൽ ആക്ട് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കാരണം ഇത് ലെജിസ്ലേറ്റീവ് കൗൺസിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളാണ്. ഇതിനു മുമ്പ് 2 പ്രാവശ്യമാണ് ഇങ്ങനെയുള്ള കൗൺസിൽ ആക്ട് പാസ്സാക്കിയത്. 1861 1892 2 പ്രാവശ്യം പാസ്സാക്കിയിട്ടുണ്ട്. 1861 കൗൺസിൽ ആക്ടിന് ഏറ്റവും വലിയ പ്രത്യേകത, അന്നാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ നിലവിൽ വന്നത്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയുന്നത് 6 മെമ്പേഴ്സ് മാത്രമുള്ള ഒരു ഉത്തരവാദപ്പെട്ട ഏറ്റവും ഉയർന്ന ഒരു കമ്മിറ്റിയാണ്. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷർ വിട്ടു പോകുന്നത് വരെ ആ ഒരു സിസ്റ്റമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭരണകാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചത് എക്സിക്യൂട്ടീവ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ സ്വാധീനിച്ച ഘടകമാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ മോർലി മിൻറ്റോ റിഫോംസിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവിലേക്ക് ഒരു ഇന്ത്യക്കാരനെ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ ഫസ്റ്റ് ഇന്ത്യൻ ടു ബി ഇലക്റ്റഡ് ആസ് ദ മെമ്പർ ഓഫ് ദ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയുന്നത് സത്യേന്ദ്ര പ്രസന്ന സിൻഹയാണ്. അദ്ദേഹമാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ആദ്യത്തെ ഇന്ത്യക്കാരൻ. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ബ്രിട്ടീഷുകാർക്ക്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്നീട് ഹൗസ് ഓഫ് ലോർഡ്സിലെ പീർ എന്ന് പറയുന്ന ഏറ്റവും വലിയ നോബൽ റാങ്കാണ്, അതായി നിയമിച്ചു. അതുപോലെ ഫസ്റ്റ് ഇന്ത്യൻ ടു എൻ്റർ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ആസ് ദ അണ്ടർ സെക്രട്ടറി ഫോർ ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, അതായി നിയമിച്ചു. അതുപോലെ ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ആസ് ദ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ബംഗാൾ. ഇങ്ങനെയുള്ള വലിയ നിയമനങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം അറിയപ്പെട്ടിരുന്നതിന് ബ്രിഡ്ജ് ബിറ്റ്വീൻ ബ്രിട്ടീഷ് ലീഡേഴ്സ് ആൻഡ് ഇന്ത്യൻ ലീഡേഴ്സ് എന്ന രീതിയിലായിരുന്നു. അപ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് മോർലി മിൻറ്റോ റിഫോംസിലേക്ക് നയിച്ചത്? ഗ്രോത്ത് ഓഫ് നാഷണലിസം, എക്സ്ട്രീമിസം, റവല്യൂഷണറി ആക്ടിവിറ്റീസ്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ്? എന്തൊക്കെ ഇൻഫ്ലുവൻസാണ് വരുത്തിയതെന്ന് വെച്ചാൽ, ബൈക്യാമറലിസം ഇന്ത്യയിൽ കൊണ്ടുവന്നത് ലോക്സഭ രാജ്യസഭയിൽ വന്നവരാണ്. അതുപോലെ ഇലക്റ്റഡ് ആൻഡ് നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്ന രീതിയിലുള്ള സങ്കല്പം കൊണ്ടുവന്നത് ഈ ആക്ടിലൂടെയാണ്. അതുപോലെ ഇലക്ട്രൽ സിസ്റ്റം അങ്ങനെയാണ്. റിസർവേഷൻ വന്നത് അതിലൂടെയാണ്, നമുക്കറിയുന്നത് റിസർവേഷൻ സമ്പ്രദായം. അതുപോലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് വന്നത്. ഇങ്ങനെയുള്ള വിവിധ ഘടകങ്ങൾ, അതുപോലെ ഫ്രാഞ്ചൈസ് സിസ്റ്റമൊക്കെ കൊണ്ടുവന്നത് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാം. പക്ഷേ ഇതിനെ ഇന്ത്യക്കാർ അംഗീകരിച്ചിരുന്നില്ല. ഇന്ത്യക്കാർ ടോട്ടലി അത് എന്നെ ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. കാരണം അവരുദ്ദേശിക്കുന്ന അധികാരം കിട്ടിയില്ല. എന്തായാലും ഈ നിയമം ഇന്ത്യയിലെ സ്വരാജിന് വേണ്ടിയുള്ള നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിനെ, ദേശീയ പ്രസ്ഥാനത്തെ അതിശക്തമാക്കാൻ സഹായിച്ചു എന്നുള്ളത് ആണ് ഒരു പ്രത്യേകത.